അച്ഛനെ കുറിച്ചറിയാൻ അവന് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് മനപ്രയാസം ഉണ്ടാവുന്ന കരുതി മാത്രം അച്ഛൻ ഒന്നും ചോദിക്കാത്തത്. പാവം, അവനോട് എനിക്ക് സിമ്പതി തോന്നുക. ഈ പ്രായത്തിൽ ആൺകുട്ടികള് ഒരിക്കലും അമ്മമാരുടെ വരുതിക്ക് നിൽക്കാറില്ല. അവന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ കൂടി വിട്ടു പോയേനെ. അതാണ് എൻ്റെ അച്ചു. എന്നെ വിട്ട് അവൻ എങ്ങും പോകാൻ ഒക്കില്ല. ദേ, തിരുമേനി കേക്കണ്ട, നിന്റെ കാത് പൊട്ടുന്ന തരത്തിൽ ചീത്ത പറയും. ആഹാ, പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്ക് ആളിങ് എത്തിയല്ലോ. രാവിലെ ഇറങ്ങിയതാണല്ലോ, എന്താ ഇത്ര വൈകി? ഒന്നും പറയണ്ട എൻ്റെ അമ്മേ. ഹോളിവുഡിൽ നിന്നൊരു അനിമേറ്റർ വന്നു. പുള്ളിയുടെ കൂടെ ആയിരുന്നു ഇതുവരെ. രാവിലെ റെസ്റ്റോറന്റ് നിന്നോടൊപ്പം ഉണ്ടായിരുന്നാണോ ഹോളിവുഡിലെ നിന്റെ ആനിമേറ്റർ? ഹേയ്, അതല്ല, ഹോളിവുഡിലെ കക്ഷി ഉച്ചക്ക വന്നത്. അങ്ങനെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ MD എന്നോട് പറഞ്ഞു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. എത്ര മണിക്കുള്ള ഫ്ലൈറ്റിലാണ് അയാൾ ഇവിടെ എത്തിയത്? ആന്റി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാ, ഞാൻ പറഞ്ഞത് സത്യമാ. അതെ അതെ, അഭിനയം തുടങ്ങിയപ്പോ ചെറുക്കൻ തനി സിനിമക്കാരനായി. മതിയടാ. സിനിമയൊന്നുമല്ല, വെറും ഒരു ആൽബം, അതിലാണ് അവൻ അഭിനയിച്ചത്. അതെനിക്ക് മനസ്സിലായി. ആൽബത്തിന് അഭിനയിച്ച ആ കക്ഷിയായിട്ടല്ലേ അവന്റെ കറക്കം. എന്താ മെർലിൻ പറഞ്ഞത്? ഈ മെർലിൻ ആന്റിക്ക് വട്ട. അങ്കിൾ എവിടെ? ദേ മേലെ നിന്നെയും കാത്തിരിപ്പുണ്ട്. ചെല്ല്, വേഗം രക്ഷപ്പെടുന്നതായിരിക്കും നിനക്ക് നല്ലത്. നീ എന്താ അച്ചുവിനെ കുറിച്ച് പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞു? ഏതോ ഒരു കക്ഷിയുമായി കറക്കം തുടങ്ങിയെന്നോ മറ്റോ. ദാ, ഇതാണ് നിന്റെ കുഴപ്പം. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ തലയിടുന്നത്? ആവശ്യമില്ലാത്ത കാര്യോ? അതെ. ഇനിയിപ്പോ നിനക്കത് അറിഞ്ഞാൽ മതിയാവുമെങ്കിൽ നേരെ ചെന്ന് അച്ഛനോട് ചോദിക്ക. എന്റെ നാവിൽ നീ അത് കേൾക്കത്തില്ല. പറയാൻ ഇഷ്ടമല്ലേ? വേണ്ട, എനിക്കൊരു ആകാംക്ഷയില്ല. ആ, അതാ നിനക്ക് നല്ലത്. നീ വന്നേ, അടുക്കളയിലൊന്ന് കയറണം. തിരുമേനിക്ക് സ്മോൾ അടിക്കാൻ ഡിഷ് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഓ, ഞാനതങ്ങ് മറന്നു. വാ. അടിച്ചോ? എന്താ ഇനി അമ്മയുടെ അനുവാദം വാങ്ങണോ? അയ്യോ, അതൊന്നും വേണ്ടങ്ങളെ. ഇവിടെ വന്നേ പിന്നെ നീ അടിമുടി മാറിയെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഇത്ര വേഗം ഫോർവേഡ് കയറി കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അങ്കിളെന്താ അങ്ങനെ പറഞ്ഞത്? ഒരു കാര്യം ചോദിച്ച ഗുരുവായ എന്നോട് നീ സത്യം പറയണം. പറയുമോ? അങ്കിള് ചോദിക്കേ. ഇന്ന് നീ ആ നടിയെയും കൂട്ടി ഹോട്ടലിൽ വന്നതും സെൽഫോൺ വാങ്ങിച്ചു കൊടുത്തതും വേറെന്തോ ഉദ്ദേശത്തോടു കൂടിയല്ലേടാ? അയ്യോ, അങ്കിൾ എന്തേ പറയുന്നത്? സത്യം പറഞ്ഞപ്പോ ചെറുക്കനൊന്ന് ഞെട്ടിയല്ലോ. തുറന്നു പറഞ്ഞൂടാ, ഞാനത് പുറത്തു വിടില്ല. എന്റെ അങ്കിള് വെറുതെ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം അങ്കിളീ പറയുന്നത്. ചേടാ, ആണുങ്ങളായ പെൺകുട്ടികളോട് ചില അട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അട്രാക്ഷൻ തിയറി ഞാൻ അഗ്രി ചെയ്യുന്നു. അത്തരത്തിലുള്ള അട്രാക്ഷൻ തന്നെ ഇന്ന് കണ്ടത്. വിശദീകരിക്കണം. എക്സ്പ്ലെയിൻ ഇറ്റ് പ്ലീസ്. ഗോപിക ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഇവിടുത്തെ SP-യുടെ സിസ്റ്ററാ. ഇംഗ്ലീഷ് BA ഫൈനൽ ഇയറിന് പഠിക്കുന്നു. അവളൊരു നല്ല കുടുംബത്തിൽ പിറന്നവളാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ, നല്ല ക്യാരക്ടറും. ഓക്കെ, നീയും അവളും തമ്മിലുള്ള ഈ സെൽഫോൺ ഹോട്ടൽ റിലേഷൻഷിപ്പാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതങ്ങനെ സംഭവിച്ചു പോയെന്നേ ഉള്ളൂ. അവളുടെ ഏട്ടൻ SP ആയതുകൊണ്ട് ഇവിടെ വെച്ച് കണ്ട് സംസാരിക്കാൻ പ്രയാസമുണ്ട്. അതാ ഞങ്ങൾ ആ ഹോട്ടലിൽ കൂടിയത്. ആട്ടെ, ഈ ബന്ധത്തിന്റെ ഡെഫിനിഷൻ എന്താ? ഫ്രണ്ട്ഷിപ്പ് ഓർ ലവ്? അതാ പറയടാ. അത് എനിക്ക് ഗോപിക ഇഷ്ടം. എന്ന് വെച്ചാ
യു ലവ് ഹെർ. പക്ഷേ ഇതുവരെ അതൊന്നും എക്സ്പ്രസ് ചെയ്തില്ല. ഇപ്പോഴും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഫ്രണ്ട്ഷിപ്പ്. ഇന്ന് നിനക്കിത് അവളോട് തുറന്നു പറയാമായിരുന്നില്ലേ? ഉവ്വ, അതിനു വേണ്ടി ഒരുക്കിയ സ്വർഗത്തിലേക്കാ നിങ്ങൾ 2 കട്ടുറുമ്പുകൾ കയറി വന്നത്. ഓ, ഐ ആം സോറി. അറിയാതെ ആണെങ്കിലും ഗുരു തന്നെ ശിഷ്യനെ ചതിച്ചു. വാസ്തവം മൊത്തം കൊളവാക്കിയിട്ടാ അങ്കിൾ ഇപ്പൊ ആഘോഷിക്കാൻ വിളിച്ചിരിക്കുന്നത്. അത് സാരമില്ല. കോട്ടയത്ത് നിന്നും വെറും മലക്കറിയായി ഇവിടെ എത്തിയ നിനക്ക് ഇത്രയും മാറ്റം ഉണ്ടായല്ലോ. എനിക്കത് മതി. ഒടുക്കം നീ നിന്റെ അമ്മയുടെ കിൻഡർ ഗാർഡനിൽ നിന്നും പുറത്തു ചാടിയല്ലോ. അപർണാമ്മയെ കണ്ടിട്ട് ഇന്ന് തന്നെ ഈ സന്തോഷ വർത്തമാനം പറഞ്ഞിട്ടേ ഉള്ളു ബാക്കി കാര്യം. അയ്യോ എന്റെ പൊന്നു ഭാഗവതരങ്ങളെ, ഞാൻ കാല് പിടിക്കാൻ, ചതിക്കരുത്. അതെന്താ? തൽക്കാലം ഈ വേലിചാട്ടം അമ്മ അറിയണ്ട. ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ തന്നെ പിന്നീട് പ്രസന്റ് ചെയ്തോളാം. ഓ, അതൊക്കെ നിന്റെ ഇഷ്ടം. എന്തായാലും എനിക്ക് സന്തോഷമായി. കോട്ടയത്ത് വെച്ചുള്ള നമ്മുടെ അവസാനത്തെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? എന്റെ ഉപദേശം നീ നടപ്പാക്കി. എനിക്ക് ഭയങ്കര സന്തോഷമായടാ. ഒടുക്കം നീ ഒരു ആൺകുട്ടിയായടാ. അതിനു വേണ്ടിട്ട് നമുക്കിന്ന് കുടിക്കാം. Cheers. നീ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ? ഫസ്റ്റ് അവർ ഫ്രീയാ, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. എന്താ നീ കുത്തിക്കുറിച്ചോണ്ടിരിക്കുന്നത്? ചിനുവ അച്ചുബയുടെ നോവലിന്റെ ആസ്വാദനം എഴുതുക. മിസ് പറഞ്ഞിട്ട് ഒരാഴ്ചയായി. ഇന്ന് ഇതും കൊണ്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് കണക്കിന് കിട്ടും. ഇതൊക്കെ നേരത്തെ ചെയ്തു വെക്കണ്ടേ? ലാസ്റ്റ് മൊമെന്റിലാകുമ്പോ ഒന്നും നന്നാവില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം. എന്റെ സമയം കളയാതെ ചേട്ടൻ അങ്ങ് പോയാ മതി. ഓ ശരി. അല്ല, ഇന്നലെ കുറെ പോക്കറ്റ് മണിയും വാരിക്കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ? അടിപൊളി. ഇത്രയും നല്ലൊരു ബർത്ത്ഡേ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഓ, അമ്മയുടെ സ്വരം കേട്ടതിന്റെ ത്രില്ലിലായിരിക്കും പെണ്ണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താ ഞാനറിയാത്ത കാര്യം? അതൊക്കെ ഉണ്ട്. എങ്കിലതൊന്ന് പറഞ്ഞേ, അത് കേട്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അയ്യോ, ഇന്നെന്തായാലും ഞാനത് പറയില്ല. അതെന്താടി അങ്ങനെ? ചേട്ടനൊന്ന് പോയേ, നേരം വൈകി. ആ, അങ്ങനെ നീ എന്നെ ഒഴിവാക്കല്ലേ പുന്നാരെ. ഞാൻ ഒഴിവാക്കിയതല്ല, പറയാം. സമയാവട്ടെ. തൽക്കാലം എന്നെ പുന്നാര ചേട്ടനൊന്ന് പോയാട്ടെ. ഉറപ്പാണോ? ഈ നിൽക്കുന്ന ചേട്ടനെ പോലെ ഉറപ്പ്. ആ, എങ്കിൽ പിന്നെ ഞാൻ ഇനി നിൽക്കുന്നില്ല. ഉള്ള നേരത്തെ അങ്ങ് പോയേക്കാം, അല്ലയോ? വേഗം വേഗം, സമയം ഒത്തിരി വൈകി. ശരി ശരി, നീ പറയാതെ തന്നെ നിന്റെ കള്ളത്തരം ഞാൻ പൊളിക്കും. കണ്ടോ? ഓ. ചേട്ടാ, ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടു. പറഞ്ഞോളൂ. ഇന്നലെ നമ്മുടെ അമൃത വിളിച്ചിരുന്നു. എന്തെങ്കിലും വിശേഷമുണ്ടോ? അമൃതയുടെ അച്ഛൻ ഉമ്മയുടെ വീട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന്. ഇന്നലെ അതിനടുത്ത വീട്ടിൽ ചെന്നിരുന്നു. നീ ഉമ്മയെ വിളിച്ചെന്ന് പറയൂ. അയാളെ വീട്ടിലേക്ക് കയറി വന്നാൽ തന്നെ പേടിക്കാനൊന്നുമില്ല. ഉടനെ തന്നെ വിളിച്ച് പറയാം. ശരി. ആരാ? അമൃതയില്ലേ? അവള് ജോലിക്ക് പോയിരിക്കുക. അവളുടെ അച്ഛനാ ഞാൻ. അകത്തോട്ട് കയറി ഇരുന്നോട്ടെ, കുറച്ച് കാര്യം പറയാനുണ്ട്.
ഇരുന്നാട്ടെ. വേണ്ട, എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഇത്രയും കാലം വളർത്തി, ഒരു കുറവും വരുത്തിയില്ല. ഇപ്പൊ അവക്ക് അച്ഛനെ വേണ്ടെന്ന്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. കുറച്ച് കുഴപ്പങ്ങൾ എനിക്കുണ്ട്. അതൊന്നും അറിഞ്ഞോണ്ടല്ല. വയസ്സാം കാലത്ത് ഒരൊറ്റ കഞ്ഞവെള്ളം തരാൻ എനിക്ക് ആരുമില്ലാത്ത ഗതിയായി. അല്ല, ഞാൻ പറഞ്ഞത് വല്ല തെറ്റും തോന്നിയാൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ മോളെ എന്റെ കൂടെ വിട്ടയക്കണം. മറ്റൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. മക്കള് കാർന്നോമാരുടെ കൂടെയാ നിൽക്കേണ്ടത്. എങ്കിൽ പിന്നെ അമൃത എന്റെ കൂടെ വിടാലോ. വിടാനൊക്കെ ഞാൻ തയ്യാറാ. പക്ഷേങ്കില് ആ കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കിയത് ജയമോഹനാ. അതിന് ജയമോഹൻ പറയാതെ എനിക്കവളെ വിടാനൊക്കില്ല. ആ പറഞ്ഞ ഉറപ്പിച്ചാണോ? അതെ. എങ്കിൽ ഞാൻ അവളെ കണ്ടിട്ടേ പോന്നുള്ളൂ. ആയിക്കോ. പക്ഷേങ്കില് എനിക്ക് ജയമോഹന് വിവരം അറിയിക്കേണ്ടി വരും. ഇത് നിങ്ങൾക്ക് നല്ലതിനല്ല. സൂക്ഷിച്ചോ. ഇങ്ങനെ വിഷമിക്കാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? കഞ്ഞി കുടിക്കും മോളെ. കുടിക്കാം. ഉമ്മ ഇരിക്കെ. ആ, ഇനി കഴിക്ക്. എന്താ ചേച്ചി? വിശപ്പ് കുറവാ. അതിന്റെ കാരണം അറിയാം. അച്ഛൻ വന്നോണ്ടല്ലേ. ഇതാ ഇപ്പൊ വലിയ കേസ്. വന്ന പോലെ പുള്ളിക്കാരനങ്ങോട്ട് പോവുകയും ചെയ്തില്ലേ. പിന്നെ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? ഉമ്മ, എൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഞാൻ ഇവിടുന്നും പോവേണ്ടി വരും. അയ്യോ, മോളെന്താ ഇങ്ങനെ പറയുന്നേ? അച്ഛൻ വന്നിട്ട് പോയില്ലേ? പിന്നെന്താ? എൻ്റെ അച്ഛനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഞാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിങ്ങളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. അതൊന്നും സാരമില്ല മോളെ. എന്തൊക്കെ വന്നാലും നമുക്കൊന്നിച്ച് അനുഭവിക്കാം. ചേച്ചി, ഷമീർക്ക പോയപ്പോ ഞങ്ങളുടെ എല്ലാമാണ് പോയത്. ഓരോ ദിവസവും പേടിച്ചാ ഞങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ചേച്ചി വന്നപ്പോഴാ ഞങ്ങൾക്ക് വീണ്ടും ഒരു സുരക്ഷിതത്വമൊക്കെ തോന്നി തുടങ്ങിയത്. ഇനി അതില്ലാണ്ടാക്കരുത് മോളെ. ഇവിടെ എനിക്ക് സ്വർഗ, പോകാനായിട്ടൊട്ടും മനസ്സുമില്ല. പക്ഷേ ഞാൻ കാരണം നിങ്ങളും കൂടി വിഷമിക്കാൻ പാടില്ല. എന്ത് വിഷമം? ഒന്നും ഉണ്ടാവില്ല ചേച്ചി. അഥവാ ഉണ്ടായ തന്നെ എന്താ? നീ എന്റെ ചോര തന്നെയാ മോളെ. എന്ത് തന്നെ വന്നാലും ഉമ്മ നിന്നെ കൈവിടില്ല. ഉമ്മ, ഉമ്മ കാര്യായിട്ട് തന്നെ പറഞ്ഞതാ. ഞാൻ പ്രസവിക്കാത്ത മോളാ നീ. എവിടെയും പോണ്ട, നീ ഇവിടെ നിന്നോ. കഴിക്കും മോളെ. അച്ഛൻ വരുന്നെന്ന ഒറ്റ കാരണം കൊണ്ട് അമൃത അവിടുന്ന് മാറുന്നത് ശരിയല്ല. ഈ ചിന്താഗതി തന്നെ തെറ്റാ. എൻ്റെ അച്ഛനെക്കുറിച്ച് ശരിക്കറിയാഞ്ഞിട്ടാ സാറിങ്ങനെ പറയുന്നത്. വല്ലാത്തൊരു ഒബ്സഷനുള്ള ആളാ. എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞാൽ പോലും പിന്മാറില്ല. അങ്ങേരെക്കുറിച്ച് കുറേയൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. സാർ 1-2 നാൾ കൊണ്ട് മനസ്സിലാക്കിയതല്ല സത്യം. ജീവിതം മുഴുവൻ കൊണ്ട് അനുഭവിച്ചോളാം ഞാൻ. വെറുപ്പും പകയും കയറിയാൽ സ്വന്തം മകളാണെന്ന കാര്യം പോലും മറന്നു കളയും. ഒരിക്കൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോ സാറ് തന്നെയല്ലേ രക്ഷപ്പെടുത്തിയത്? അതൊക്കെ മറന്നോ? മറന്നിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊന്നും ഇനി സംഭവിക്കില്ല. ഇല്ല സർ, എൻ്റെ അച്ഛൻ ഒരു മാറ്റവും ഇല്ല. മൃഗത്തിന്റെ മനസ്സാ. ഒരു വട്ടം ഉമ്മയുടെ വീട്ടിൽ വന്ന് മര്യാദയോടെ എന്നെ വിട്ടയക്കാൻ പറഞ്ഞു. ഇനിയത്തെ വരവ് ഇങ്ങനെ ആയിരിക്കില്ല. സുറുമയും ഞാനും ജോലിക്ക് പോയി കഴിഞ്ഞ പിന്നെ ഉമ്മ എവിടെ തനിച്ച. സത്യത്തിൽ അതാണ് എന്റെ പേടി. അങ്ങനെ പേടിച്ചോടാൻ പോയാലോ? എവിടെ പോയി ഒളിച്ചാലും അങ്ങേര് വരില്ലേ? വരുമായിരിക്കും. പക്ഷെ അത് ഞാൻ മാത്രം അനുഭവിച്ചാ പോരെ.
സാധുവായ ഉമ്മയും മകളും എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാൻ മൂലം അവർക്കൊരു ഗതികേട് വരാൻ പാടില്ല. അതുകൊണ്ടാ ആ വീട് വിട്ടു പോകാൻ ഞാൻ തീരുമാനിച്ചത്. തീരുമാനം എടുക്കാൻ പറ്റട്ടെ. അതിനുമുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇല്ല, ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അമൃത, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. തൽക്കാലം നിങ്ങൾ അവിടുന്ന് മാറരുത്. നമ്പ്യാരനി അവിടെ വരില്ല. ഞാനാ പറയുന്നത്, മനസ്സിലായോ? തനിക്ക് എന്തോടെ ചെവി കേൾക്കില്ലേ? ആ വാതിലും തുറന്നു വെച്ച് താനും കൊച്ചായി പോകത്തൊന്നുമില്ല. എടോ നമ്പ്യാരെ, താൻ ഇന്നലെ ഉമ്മയുടെ വീട്ടിൽ പോയിരുന്നോ? പോയി. എന്നാൽ ഇനി പോകരുത്. പറഞ്ഞത് കേട്ടോ, ഇനി പോകരുതെന്ന്. നടക്കില്ല. എന്താ പറഞ്ഞത്? ഞാൻ അവിടെ ഇനിയും പോവും. എന്ത് കാര്യത്തിന്? എന്റെ മോളെ കാണാൻ. മോളോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു വരുത്തി കണ്ടാ മതി, മനസ്സിലായടാ? അവള് വരില്ല. എങ്കിൽ താ കാണുക വേണ്ട. അത് പറ്റില്ല, എനിക്ക് അവളെ കാണണം. പറഞ്ഞാ മനസ്സിലാവില്ലടാ നിനക്ക്. ഇനി ആ വീട്ടിൽ കാല് കുത്തി നിറഞ്ഞാൽ നിന്റെ കാല് ഞാൻ തല്ലുപിടിക്കും, മനസ്സിലായടോ? എന്തോടാ നോക്കി പേടിപ്പിക്കുന്നോ? സാറ് പോ. ഞാനിപ്പോ പോകുന്നു. പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും ചെയ്താൽ നീ വിവരം അറിയും, സൂക്ഷിച്ചോ. എന്നാലും നീ ഇത് വാങ്ങേണ്ടിയില്ലായിരുന്നു. എന്താ ഇതിലൊരു തെറ്റ്? അവിനാഷിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നതല്ലേ. ഓ പിന്നെ, ഇഷ്ടമുള്ളവർക്കെല്ലാം ആണുങ്ങൾ സെൽഫോൺ കൊടുക്കുകയല്ലേ പതിവ്. ഹോസ്പിറ്റലിൽ എന്നെ ഇഷ്ടമുള്ള എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്. ഇന്നേ വരെ ഒരാളും എനിക്കൊരു സെൽഫോൺ തന്നിട്ടില്ല. എടി പൊട്ടി പെണ്ണെ, ഇത് അതുപോലെയുള്ള ഇഷ്ടമല്ല. ദേ, നീ ഹൃദയത്തിന്റെ ചിഹ്നം കണ്ടില്ലേ? ഇത് വേറൊരു തരം ഇഷ്ടമാണ്. ഓ, ആ ചെറുക്കന്റെ ഹൃദയമാണല്ലേ ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത്. ആ, അങ്ങനെയും പറയാം. അപ്പോഴേ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? ചോദിക്ക്. ഈ ഇഷ്ടമാണെന്ന് എങ്ങനെയാടി തുറന്നു പറയുന്നേ? സിനിമയിലൊക്കെ കാണുന്ന പോലെ ഐ ലവ് യു എന്ന് പറയോ? ഛേ, നീ ഇത്രയ്ക്ക് തറയാണോ? എടി, മനുഷ്യന്മാർ അങ്ങനൊന്നും പറയാറില്ല. പിന്നെ എങ്ങനെയാടി ഒരാൾക്ക് ഇഷ്ടമുണ്ടെന്ന് നമ്മൾ അറിയുന്നേ? അതിപ്പോ എനിക്കും വലിയ പിടിയില്ല. അപ്പോ ഈ അവിനാശിന് ഇഷ്ടമുണ്ടെന്ന് നീ എങ്ങനെയാ മനസ്സിലാക്കിയത്? അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഒരു തണുപ്പോ എന്തോ, എനിക്കറിയില്ല എങ്ങനെ പറയണോന്ന്. അപ്പോ നിങ്ങള് തമ്മില് ഒന്നും തുറന്നു പറഞ്ഞില്ല അല്ലേ? റെസ്റ്റോറന്റിൽ വെച്ച് അവിനാശം മനസ്സ് തുറക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അപ്പോഴല്ലേ ആ ഒതുക്കത്തെ മെർലിൻ ഡോക്ടറും കെട്ടിയവനും കൂടി കേറി വന്നത്. അതോടൊക്കെ നാശമായി. പക്ഷേ കാര്യങ്ങൾ തുറന്നു പറയാതെ കൂട്ടുകൂടി കറങ്ങി നടക്കുന്നത് ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം. ഈ ആണുങ്ങളൊന്നും അത്ര ശരിയല്ല. ദിവസവും പത്രത്തിലൊക്കെ ഓരോ കഥകൾ കാണുമ്പോ എനിക്ക് പേടിയാ. പക്ഷെ അവിനാശ ടൈപ്പല്ല. ഹീസ് എ ജെന്റിൽമാൻ. അങ്ങനെ അങ്ങ് കയറി വിശ്വസിക്കേണ്ട പെണ്ണെ. ഒരകലെ എപ്പോഴും ഉണ്ടാവണം. സൂക്ഷിച്ചാ നമുക്ക് തന്നെ നല്ലത്. നീ ഒരു പഴഞ്ചത്തിയാ എടി. ആണിനും പെണ്ണിനും ഒക്കെ തുല്യതയുള്ള കാലമായത്. അതൊക്കെ പറയാനും എഴുതാനും കൊള്ളാം. കാര്യത്തോട് അടുക്കുമ്പോ നമ്മുടെ പെണ്ണുങ്ങളുടെ ഗതി അതോ ഗതിയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് നിന്റെ ഉപദേശം കേട്ടിട്ട് പ്രാന്താവുക. ശരി, ഞാൻ നിർത്തി. അവസാനായി ഒരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ ഈ പ്രേമത്തിന്റെ കാര്യം ജയേട്ടനോട് പറഞ്ഞോ? ഇല്ലെന്നേ, അതാ എന്റെ വിഷമം. എല്ലാ രഹസ്യവും ചേട്ടനോട് പറയുന്നതാ. ഇത് മാത്രം പറയാൻ പറ്റിയില്ല. എന്താ നിനക്ക് പറഞ്ഞാല്? ഈ സെല്ലൊക്കെ തന്ന സ്ഥിതിക്ക് ഇനി ഒട്ടും വൈകണ്ടെന്നാ എന്റെ അഭിപ്രായം. ഗോപി, നീ എന്താ ഒന്നും പറയാത്തെ? ജയേട്ടനോട് പറയുന്നതിന് മുമ്പ്
ആദ്യം ഞങ്ങൾ രണ്ടാളും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണ്ടേ? അത് വേണം. ഇനിയിപ്പോ നിനക്കുള്ളതുപോലെ അയാളുടെ മനസ്സില് കുളിരും തണുപ്പൊന്നും ഇല്ലെങ്കിലോ? അയ്യോ, അങ്ങനെ വരുമോ? ആണുങ്ങളുടെ കാര്യല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് നീ ഈ കാര്യം ഒന്ന് ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ അപകട. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എങ്കി വാ പോവാ. അച്ചു, എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് അച്ചു? ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ കമ്പ്യൂട്ടർ കയറിയതല്ലേ? ഇങ്ങനെയുണ്ട് ഒരു ജോലി? നാളെ ഫൈനലൈസ് ചെയ്യേണ്ട പ്രോഗ്രാം അമ്മേ. ഇനിയുണ്ട് ഒരുപാട് വർക്ക്, തീർത്തു കൊടുക്കണ്ടേ? ഞാനിവിടെ ഹോസ്പിറ്റലിലെ തിരക്കൊക്കെ തീർത്ത് നിന്നോട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചാ വീട്ടിലേക്ക് പാഞ്ഞു വരുന്നത്. നിനക്കാണെങ്കിൽ എന്നെക്കാളും തിരക്കാ. അമ്മയുടെ പ്രോബ്ലം എന്താണെന്ന് എനിക്കറിയാം. ലോൺലിനെസ്. മെർലിൻ ആൻറ്റി പോലെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയാൽ അമ്മയുടെ എല്ലാ പ്രശ്നവും തീരും. ഞാൻ ഫ്രീ ആവുകയും ചെയ്യും. ആ, ഒരു കക്ഷിയെ നമുക്ക് കണ്ടെത്താം. എനിക്ക് ഫ്രണ്ടിനെ ഉണ്ടാക്കി തന്നിട്ട് നീ എവിടേക്കാ ഫ്രീ ആയിട്ട് രക്ഷപ്പെടാൻ പോകുന്നത്? ഞാൻ എവിടേക്ക് പോവാനാ? അതല്ല, ഈ ഇടയായിട്ട് നിനക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. എനിക്കോ? ഛേ, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. മോനെ അച്ചു, നിന്റെ അമ്മയടാ ഞാൻ, അത് നീ മറക്കരുത്. ഈ മുഖത്ത് നേരിയൊരു മാറ്റം ഉണ്ടായ ആ നിമിഷം അമ്മ അറിയും കേട്ടോ. എനിക്കിപ്പോ എന്തോന്ന് മാറ്റവും ഉണ്ടായത്? അതെ, കൊറേ ദിവസമായിട്ട് ഞാൻ നോട്ട് ചെയ്യ, നിന്റെ ഉള്ളിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. രഹസ്യോ? അതും എനിക്കോ? ഒന്ന് ചുമ്മാരി അമ്മേ. വേണ്ട, നീ പറയണ്ട. പക്ഷേ ഞാൻ ഒരു ദിവസം അത് തനിയെ കണ്ടെത്തും. ഓ ശരി. അമ്മ ഒരു മിനിറ്റ്. അച്ചു, എവിടേക്കാണ് നീ ഓടുന്നത്? ഇപ്പൊ വരാം, ഇവിടെ റേഞ്ച് ഇല്ല. ഇവിടെ റേഞ്ച് ഇല്ലേ? ഹലോ ഗോപു. അവിനാഷ്, അവിടെ എന്തെടുക്കായിരുന്നു? അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കായിരുന്നു. അമ്മ അടുത്തുണ്ടോ? ഇല്ല, ഞാൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ആ, എന്താ വിശേഷം? അതെ, ഈയിടെയായിട്ട് എന്റെ നെഞ്ചെടുപ്പ് വല്ലാതെ കൂടിയല്ലോ മാഷേ. അയ്യോ, അതെന്താ? എന്റെ ഹൃദയത്തിനിപ്പോ അവിനാഷിന്റെ ഭാരം കൂടി താങ്ങണ്ടേ, അതിന്റെ ഒരു സ്ട്രഗിൾ ആയിരിക്കും. അത് സാരമില്ല, ഞാൻ ഡയറ്റ് ചെയ്തോളാം. അപ്പൊ പാവം ഹൃദയത്തിനത്ര കഷ്ടപ്പെടേണ്ടവരില്ലല്ലോ. ആ, വേറെന്താ വിശേഷം? ഉണ്ട്, ഒക്കെ നേരി പറയാം. ഇവിടെ അമ്മയ്ക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരോട് എല്ലാം ഞാൻ തുറന്നു പറയുന്നത്. ഇത് പറയാഞ്ഞിട്ടൊരു വിഷമം. ഞാനും അതേ പ്രശ്നം അനുഭവിക്കല്ലേ. ചേട്ടൻ പോലീസിന് നല്ല സംശയമുണ്ട്, അതുകൊണ്ട് കാവല് മുറുക്കിയിരിക്കുക. ആ പോലീസിന്റെ കാവൽ വെട്ടിച്ച് നാളെ തന്നെ ഇയാളെ ഞാൻ കാണാൻ വരുന്നുണ്ട്. SP സാറിന്റെ വീട്ടിൽ ഇടിച്ചു കയറാനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ മാഷിന്? ഓ, എന്നാ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മ പറഞ്ഞ സത്യമാ. എന്റെ മനസ്സിലൊരു രഹസ്യമുണ്ട്. ഞാനത് പറയാം, പക്ഷെ ഇന്നല്ല, നാളെ. നിന്റെ ഇഷ്ടം പോലെ. വാ, വന്ന് ഭക്ഷണം കഴിക്കേ. ഓക്കെ.